മേനോനെ കുറിച്ച് പൂർണിമേച്ചി ഇത്രയും കാലം ആരും അറിയാതെ അന്വേഷണം നടത്തുമായിരുന്നു. അതെ, നമ്മളാണത് മനസ്സിലാക്കാതിരുന്നത്. എന്നാലും ഇത്രയൊക്കെ അന്വേഷണം നടത്തിയിട്ടും സ്വന്തം അനിയൻ മേനോന്റെ വലങ്കൈയാണെന്നും ഈ നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നതും മേനോനെ ഹെൽപ്പ് ചെയ്യുന്നതും പൃഥ്വിയാണെന്നും ചേച്ചി അറിയാതെ പോയല്ലോ. ലോകത്തുള്ള സകല കാര്യങ്ങളും മനസ്സിലാക്കിയാലും എപ്പോഴും കൂടെയുള്ള ആളുടെ മനസ്സറിയാതെ പോകുന്നത് മനുഷ്യരുടെ കോമൺ ക്യാരക്ടറല്ലേ ദുർഗ? കൂടുതൽ പേരെ ഒബ്സർവ് ചെയ്താ അങ്ങനെ തോന്നും. പൃഥ്വി മേനോന്റെ ആളാണെന്ന കാര്യം നമ്മൾ എത്രയും പെട്ടെന്ന് പൂർണ്ണിമ ചേച്ചി അറിയിക്കണം. അല്ലാതെ ചേച്ചി ഒരിക്കലും അവനെ തിരിച്ചറിയാൻ പോകുന്നില്ല. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാ പൂർണിമേച്ചി അത് വിശ്വസിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. തെളിവുകളടക്കം ബോധ്യപ്പെടുത്താൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. താനെന്താ ആലോചിക്കുന്നേ? ഞാൻ പൂർണിമേച്ചിയെ കുറിച്ചും അതുപോലെ അഷിതയെക്കുറിച്ചും ആലോചിച്ചതാ. പൂർണിമേച്ചിക്ക് പൃഥ്വി എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് അഷിതേ. അവരെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ദുർഗ. പൂർണിമ ചേച്ചി സ്വന്തം കുടുംബത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനും സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനും എന്ത് ചെയ്യും? പൃഥ്വി മേനോന്റെ ആളാണെന്ന് അറിയുമ്പോൾ പൂർണിമ ചേച്ചി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ചിലപ്പോ അവനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തില് പോലീസിൽ ഏൽപ്പിക്കോ വേണ്ടി വന്ന കൊന്നുകളയോ ചെയ്തേക്കാം. അങ്ങനെ എന്ത് സംഭവിച്ചാലും അതെല്ലാം നമുക്ക് നഷ്ടം തന്നെയാ. പൃഥ്വി മേനോന്റെ ഒപ്പം നിൽക്കുന്നത് നമുക്കറിയാത്ത എന്തോ കാരണം കൊണ്ടാ. അയാൾ അവനെ ഭീഷണിപ്പെടുത്തിയാണ് ഓരോന്ന് ചെയ്യിക്കുന്നതെന്ന് നമുക്ക് ഇതിനു മുമ്പ് മനസ്സിലായിട്ടുള്ള കാര്യവും ആണ്. അതെ, പക്ഷേ ഇതൊന്നും നമ്മള് പൃഥ്വിയോട് സംസാരിച്ചാ അവൻ സമ്മതിക്കേയില്ല. നമ്മളെ കൊണ്ട് അവനെ തിരുത്താനും പറ്റില്ല. പക്ഷെ പൂർണിമേച്ചി വിചാരിച്ചാ ഇതെല്ലാം സാധിക്കും. പൃഥ്വിയും മേനോനും തമ്മിലുള്ള ബന്ധം പൂർണിമ ചേച്ചി അറിയുമ്പോ അവനെ പറഞ്ഞ് തിരുത്താൻ വേണ്ടി നോക്കും. ആ രീതിയിലേക്ക് വേണം നമ്മൾ കാര്യങ്ങൾ എത്തിക്കാൻ. അല്ലെങ്കിൽ അഷിതയുടെ ലൈഫ് പോകും. ഒപ്പം ഈ കുടുംബത്തിലെ സമാധാനവും നശിക്കും. താൻ പറയുന്നത് ശരിയാ, പക്ഷെ ഇതെങ്ങനെ സാധിക്കും? അതിനൊക്കെ വഴിയുണ്ട്. കുറച്ച് ക്ഷമയോടെ പ്ലാൻ ചെയ്താ നമുക്കിതൊക്കെ സാധിച്ചെടുക്കാൻ കിരൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യാം. ആ പൂർണിമയാണോ എന്നെ തകർത്തത്? അവളുടെ ഒരു ഇന്ദ്ര TV.